ഏടോടോട് പോലീസുകാരാ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. താൻ ഏതായാലും 25,000 രൂപ ഒരു വണ്ടിക്ക് വെച്ചിട്ട് കൈക്കൂലി മേടിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം വാഹനങ്ങളിൽ നിന്നുമായിട്ട്. അപ്പം 25 ലക്ഷം രൂപ ഒരു മാസം. പക്ഷെ എനിക്ക് ഇതിന്റെ കണക്ക് മനസ്സിലാകാത്തത്, ഇതെങ്ങനെയാണ് വണ്ടിയുടെ ലോഡിന്റെ കണക്കാണോ, അതോ കിലോ കണക്കാണോ, ലിറ്റർ കണക്കാണോ, അതോ ഇത് വേറെ വല്ല ഗുട്ടൻസ് വേണം? എങ്ങനെയാണ് ഈ താൻ ഇതിന്റെ കണക്ക് വെക്കുന്ന കാൽക്കുലേഷൻ നടത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹായ് ഓൾ, മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സാധനം നമ്മുടെ കോക്കണന്റെ അല്ലേ, മട്ട പീസ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് എനിക്ക് പാടണമെന്നുണ്ട്, പാടാൻ അറിയില്ലെങ്കിലും. പക്ഷെ ഈ തൂക്കിയത് ചുവന്ന കരത്തോടെയാണോ, അതോ മഞ്ഞക്കരത്തോടെയാണോ, പച്ചക്കരത്തോടെയാണോ, അതോ വേറെ വല്ല കരങ്ങളോടെയാണോ എന്നറിയില്ല. എന്തായാലും തൂക്കിയത് വിജിലൻസുകാരാണ്. തൂക്കിയത് DYSP അനിൽകുമാറിന്, ചേർത്തല DYSP അനിൽകുമാറിന് ഇന്നലെ വിജിലൻസുകാർ തൂക്കി കൈക്കൂലി കേസിൽ. അപ്പൊ എന്താണ് മാറ്റർ എന്ന് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റി പിടിയിലായ ചേർത്തല DYSP നേരത്തെ പണമിടപാടുകൾ നടത്തിയിരുന്നു. ലോറി ഉടമകളിൽ നിന്ന് 25,000 രൂപ നിരക്കിൽ 25 ലക്ഷം രൂപയോളമാണ് ഈ ചേർത്തല DYSP വാങ്ങിയിരുന്നത്. DYSP അനിൽകുമാറിനെതിരെ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. ശരണ്യ സ്നേഹിതർ കൂടുതൽ വിവരം നൽകും. ശരണ്യ, കയ്യോടെ തൂക്കി എന്ന് പറയാം, കോട്ട് റൈറ്റ് ഹാൻഡഡ് അല്ലേ? എന്താണ് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. പക്ഷേ DYSP പിടികൂടി പിടിച്ചിരുത്തി കൈ മുക്ക് സാറേ എന്ന് പറയുന്നൊക്കെ ആ വീഡിയോയിലുണ്ട്. എന്താണെങ്കിലും എന്തോ അങ്ങേയറ്റം നടന്നത്. ചേർത്തല DYSP അൽകുമാറിനെയാണ് ഇത്തരത്തിൽ വീടിന്റെ, നേരത്തെ എൽദോ പറഞ്ഞതുപോലെ മതിൽ ചാടി ഓടിയതല്ല, മേൽക്കൂര പൊളിച്ച് പുറത്തേക്ക് പറയുന്നത്. മേൽക്കൂര ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാളെ ഓടിച്ചിട്ട് വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു എന്നതാണ്. ഈ ആൾ വാങ്ങിയ പണം, അതായത് കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ ആളുകളിൽ നിന്ന് അത് അനധികൃതമായി തള്ളുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സഹായത്തിന് വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കക്കൂസ് മാലിന്യം അനധികൃതമായി വഴിയരികിലും മറ്റിടങ്ങളിലും ഒഴിഞ്ഞ കോമ്പൗണ്ടുകളിലും ഒക്കെ തള്ളുന്ന ആ ആളുകളിൽ നിന്നും, ആ വാഹനങ്ങളിൽ നിന്നുമാണ് ഈ പണം വാങ്ങാനായി ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ചേർത്തല കേന്ദ്രീകരിച്ച് 100ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനങ്ങളുണ്ട്. ഇതിൽ ഒരാളുടെ 4ഓളം വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം അനിൽകുമാർ നേതൃത്വത്തിൽ പിടിച്ചിരുന്നു. ഈ വാഹനങ്ങൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മുഹമ്മദ് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അനിൽകുമാറിനെ വിജിലൻസ് പിടികൂടുന്നത്. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിൽ 50,000 ആദ്യം എത്തിച്ചു നൽകി. പണമാണ് വിജിലൻസ് നൽകി ഒടുവിൽ ഇയാളെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇയാളൊക്കെ സംഭവിക്കണം, ഇത്രയും പൈസ കിട്ടിയിട്ടും വീണ്ടും കൈക്കൂലി 2 ലക്ഷം രൂപ വാഹനം വിട്ടുകൊടുക്കുന്നതിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അതായത് അനിൽകുമാറിന് ചേർത്തല DYSP ആണെങ്കിലും അവിടെ നിന്ന് കിലോമീറ്ററുകൾ വ്യത്യാസം സൈക്കിളിലാണ് ഇയാൾ താമസിക്കുന്നത്. അത് തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് വന്നു പോകാനും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനത്തിൽ മാറി താമസിക്കുക എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു നിഗമനം. ഇയാളെ പിടിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി തന്നെ കൃത്യമായ നിർദ്ദേശം അനിൽകുമാർ നൽകിയിരുന്നു. അതായത് പണമിടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പലരും മൊഴി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി വാഹന ഉടമകൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വിജിലൻസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ കൂടി നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനധികൃതമായി ഈ പണപ്പിരിവ് നടത്തുന്ന DYSP ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതും കക്കൂസ് മാലിന്യം പുറന്തള്ളുന്ന ആളുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മാസപ്പടിയായി 25,000 രൂപ വീതം വാങ്ങിയിരുന്ന ചേർത്തല DYSP അനിൽകുമാറാണ് പിടിയിലാകുന്നത്. വിജിലൻസ് ഇയാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈലിമുണ്ടും എടുത്ത് ഇയാളെ വീട്ടിൽ നിന്നിരുന്ന വേഷത്തിൽ പുറത്തേക്ക് ഓടുകയായിരുന്നു. അവിടെ നിന്നും പിടികൂടി അകത്ത് കൊണ്ടുവന്ന് ആ ലായിനിയിൽ കൈ മുക്കാനായി ശ്രമിക്കുമ്പോഴും ഒക്കെ ഇയാൾ അവിടെ ഇരുന്ന് ഒരു കൂസലുമില്ല. ആ കൈ പിടിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ തന്റെ കയ്യിലേക്ക് ആ കെമിക്കൽ, അതായത് ഈ വെള്ളത്തിൽ കളർ ചേഞ്ച് വരുന്ന സംവിധാനം വന്നതെന്നടക്കമൊക്കെ അവിടെ നിന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസ് സേനയിൽ തന്നെ നിരന്തരം പണം വാങ്ങുന്ന ഒരാൾ എന്ന ആക്ഷേപമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇന്നലെ വിജിലൻസ് കൈയോടെ എൽദോ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ തൂക്കിയിരിക്കുന്നത്. ഏടോടോട് പോലീസുകാരാ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. താൻ ഏതായാലും 25,000 രൂപ ഒരു വണ്ടിക്ക് വെച്ചിട്ട് കൈക്കൂലി മേടിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം വാഹനങ്ങളിൽ നിന്നുമായിട്ട്. അപ്പം 25 ലക്ഷം രൂപ ഒരു മാസം. പക്ഷെ എനിക്കിതിന്റെ കണക്ക് മനസ്സിലാകാത്തത്, ഇതെങ്ങനെയാണ് വണ്ടിയുടെ ലോഡിന്റെ കണക്കാണോ, അതോ കിലോ കണക്കാണോ, ലിറ്റർ കണക്കാണോ, അതോ ഇത് വേറെ വല്ല ഗുട്ടൻസ് വേണം? എങ്ങനെയാണ് ഈ താൻ ഇതിന്റെ കണക്ക് വെക്കുന്ന കാൽക്കുലേഷൻ നടത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല.
എടോ എന്നെ പോലെയുള്ള സാധാരണക്കാർ കാലത്ത് ഡിലീറ്റ് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾ വെച്ചിട്ട് താൻ എക്സ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത് ഇത്രയും കമ്മീഷൻ വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രോഡക്റ്റിനൊക്കെ ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നു. ഇതിനു മുതൽ ഞാൻ എന്നും ഓർക്കും. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഡിവൈഎസ്പി സാറിനെ സർക്കാരിന്റെ ചെലവിൽ, ജനങ്ങളുടെ ചെലവിൽ, സർക്കാരിന്റെ സുഖവാസ കേന്ദ്രത്തിലേക്ക് ഒരു 10 ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അവിടെ പോയി സുഖിക്കാൻ കഴിയട്ടെ. ഇനി തിരിച്ചു വരുമ്പോൾ ആ മേടിച്ച കമ്മീഷൻ വെച്ച് റിസോർട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലം സുഭിക്ഷമായി കഴിയാൻ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ മെഗാസ്റ്റാർ മമ്മൂട്ടി, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ സാറിനൊരു സ്റ്റാർ പദവി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പേരായിരിക്കും നിർദ്ദേശിക്കുക എന്നൊന്ന് കമന്റ് ചെയ്യൂ.